ഞാൻ ഉപയോഗിക്കുന്നത് ഹീറോ മോട്ടോകോർപ്പിൻ്റെ വീഡ V1 പ്രോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ ഒരു സ്കൂട്ടർ ഫാസ്റ്റ് ചാർജിങ് സംവിധാനമുള്ള ഒരു സ്കൂട്ടറാണ്. ഈ ഒരു സ്കൂട്ടറിൽ ഇപ്പോഴും ഫാസ്റ്റ് ചാർജിങ് ഫ്രീ ആണ് എന്ന് പല കസ്റ്റമർക്കും അറിയില്ല. വിഡയുടെ ഗ്രിഡിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഏഥറിൻ്റെ ഗ്രിഡിൽ നിന്നോ നമുക്ക് ഈ ഒരു വാഹനം ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ സാധിക്കും. നിലവിൽ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനം തികച്ചും ഫ്രീ ആണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് 7/6/2025 ഞാൻ ഏകദേശം 2-3 മാസമായിട്ട് ഫ്രീ ആയിട്ട് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. എനിക്കും അറിയില്ലായിരുന്നു ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇപ്പോൾ നിലവിൽ ആപ്ലിക്കേഷൻ്റെയോ അല്ലെങ്കിൽ കാശ് കൊടുക്കേണ്ടയോ ഒന്നും ആവശ്യമില്ല. ഏഥറിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ വിഡയുടെയോ ചാർജിങ് ഗ്രിഡിൽ പോയിട്ട് ചാർജിങ് ഗണ്ണെടുത്ത് വെറുതെ ഇൻസർട്ട് ചെയ്താൽ മാത്രം മതി. വിഡയുടെയും അതുപോലെ തന്നെ ഏഥറിൻ്റെയും ചാർജിങ് ഗണ്ണ് ടൈപ്പ് 7 ആയതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒരു 2 പ്രൊവൈഡറുടെയും സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താം. വിഡയ്ക്ക് തികച്ചും ഫ്രീ ആണ്. ഏഥറിന് പെർ മിനിറ്റ് 1 രൂപയും ടാക്സുമാണെന്ന് തോന്നുന്നു. പക്ഷേ വിഡ ഇലക്ട്രിക് സ്കൂട്ടറിന് ഈ ഒരു സേവനം തികച്ചും ഫ്രീ ആണ്. ഏത് ഗ്രിഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും 100% ചാർജ് ചെയ്യാൻ സാധിക്കില്ല. 80% മാത്രമേ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാധാരണ വീടുകളിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 7 മണിക്കൂർ വരെ ചാർജിങ് സമയമെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് മാക്സിമം വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറും 20 മിനിറ്റും കൊണ്ട് ഏകദേശം 80% ചാർജ് ചെയ്യാൻ സാധിക്കും. വാഹനം എടുക്കുമ്പോൾ നമുക്ക് തരുന്നത് സാധാരണ ചാർജറല്ല, അതൊരു കമ്മ്യൂണിക്കേഷൻ ചാർജറാണ്. ആ ഒരു ചാർജർ നമുക്ക് വീട്ടിലെ പ്ലഗിൽ കൊടുത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിൽ ഫാസ്റ്റ് ചാർജിങ് സംവിധാനമുണ്ടോ എന്ന് പല കസ്റ്റമർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഈ ഒരു വാഹനത്തിൽ ഫാസ്റ്റ് ചാർജിങ് സംവിധാനമുണ്ട്. നിലവിൽ ഫ്രീ ആണ്. ജസ്റ്റ് ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് ഏഥറിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ വിഡയുടെയോ ഗ്രിഡ് കാണുന്ന സമയത്ത് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.